അമ്മിണിയെ കണ്ട ശേഷം ചില കിറുക്കുകളൊക്കെ എൻ്റെ ഒപ്പവും കൂടി. ചായങ്ങൾ അണിയാത്ത, വീടിൻ്റെ അകത്തളങ്ങളിൽ ചടഞ്ഞിരിക്കാത്ത ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഞാനും. ഉള്ള സുഖസൗകര്യങ്ങളെക്കാൾ കാടിനെയും പക്ഷികളെയും മനുഷ്യനെയും സ്നേഹിച്ച ഒരു പാവം പെൺകുട്ടി. പുസ്തകങ്ങളുമായി കാടിൻ്റെ ഉൾത്തട്ടിലേക്ക് കടന്നു ചെന്ന് പക്ഷികളെ വീക്ഷിക്കാനും ഏകാന്തതയുടെ മടിത്തട്ടിലിരുന്ന് എഴുത്തും വായനയുമായി സമയം കളയാനും അമ്മിണിയെപ്പോലെ എനിക്കും ഒരു മടിയുമില്ല. ഒരു തുണിസഞ്ചിയും തൂക്കി കയ്യിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുമായി തൊടിയിലേക്കിറങ്ങി അവിടെ സ്വന്തമായൊരു താവളം കണ്ടെത്തി ഏകാന്തതയ്ക്കും തീവ്രമായൊരു ആനന്ദമുണ്ടെന്ന് പറയാൻ എനിക്ക് ധൈര്യം തന്നത് അമ്മിണിയാണ്. തോന്നിയതൊക്കെ കുത്തിക്കുറിക്കാനും ഒരിക്കലും ആർക്കും അയച്ചു കൊടുക്കേണ്ടാത്ത കത്തുകൾ എഴുതിക്കൂട്ടാനും അമ്മിണി എന്നെ ഒരുപാട് സഹായിച്ചു. ഇഷ്ടമുള്ളതിൻ്റെ പുറകെ സഞ്ചരിച്ച് ഇഷ്ടമുള്ളതൊക്കെ വായിച്ച് കേട്ട് കണ്ടറിഞ്ഞ് ഇഷ്ടമുള്ളതിൽ സ്വയം അടയാളപ്പെടുത്തി ഇഷ്ടവും സന്തോഷവും സ്വയം കണ്ടെത്തി കിറുക്കത്തി എന്ന മറ്റുള്ളവരുടെ വിളികളെ ചിരിച്ചു തള്ളി തൻ്റേത് മാത്രമായൊരു ലോകത്ത് ജീവിച്ച പ്രിയപ്പെട്ട അമ്മിണി, നീ ഞാൻ തന്നെ ആയിരുന്നില്ലേ?